കുരിശിന്റെ ഭാരവും ലോകത്തിന്റെ പാപങ്ങളും വഹിച്ചുകൊണ്ട് യേശു കാൽവരിയിലേക്കുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവനെ പിന്തുടർന്നു. അവരുടെ ഇടയിൽ തന്റെ കഷ്ടപ്പാടുകൾ ഓർത്ത് വിലപിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. എന്നാൽ യേശു അവരുടെ നേരെ തിരിഞ്ഞു. അവരുടെ സഹതാപം സ്വീകരിക്കാനല്ല, മറിച്ച് അവരുടെ ദുഃഖം തിരിച്ചുവിടാനാണ്. എനിക്ക് വേണ്ടി കരയരുത്, യേശു പറഞ്ഞു. അവന്റെ വേദന യഥാർത്ഥമല്ലാത്തതുകൊണ്ടല്ല, അവൻ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ മനസ്സോടെ കുരിശിലേക്ക് പോയി. ഏറ്റവും വലിയ ദുരന്തം അവന്റെ കഷ്ടപ്പാടല്ല, മറിച്ച് അവനെ നിരസിക്കുന്നവരുടെ കഠിനവും അനുതാപമില്ലാത്തതുമായ ഹൃദയങ്ങളായിരുന്നു. ഈ മുന്നറിയിപ്പ് ഇന്നും പ്രസക്തമാണ്. ധാർമ്മികമായും ആത്മീയമായും സാമൂഹികമായും ചുരുളഴിയുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു, സത്യം നിശബ്ദമാക്കപ്പെടുന്നു, പാപം ആഘോഷിക്കപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടാത്ത ഒരു തലമുറയിലാണ് കുട്ടികൾ വളരുന്നത്. പലരും നിരാശരാണ്. കുട്ടികളെ ഈ ഇരുണ്ടതും അനിശ്ചിതമായ ലോകത്തിലേക്ക് വിടുമ്പോൾ യേശുവിന്റെ വാക്കുകൾ വീണ്ടും മുഴങ്ങുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടി കരയുക. അവൻ പറഞ്ഞ ദിവസങ്ങൾ വന്നിരിക്കുന്നു, അവ ഇവിടെയുണ്ട്. ആളുകൾ തിന്മയെ നന്മയെന്ന് വിളിക്കുന്ന ഒരു കാലം, നീതിയെ പരിഹസിക്കുമ്പോൾ, അനേകരുടെ സ്നേഹം തണുത്തു പോകുമ്പോൾ, എന്നാൽ യേശു അവന്റെ കാലത്തെ പോലെ യേശു കരുണയുടെ കണ്ണുനീർ തേടുന്നില്ല. അവൻ മാനസാന്തരത്തിന്റെ ഹൃദയങ്ങളെ വിളിക്കുന്നു. കുരിശ് വിലപിക്കാനുള്ള ഒരു പ്രതീകമല്ല, അത് വിശ്വസിക്കാനുള്ള ഒരു ക്ഷണമാണ്. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ യേശു ന്യായവിധി സഹിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചു, നമ്മുടെ സഹതാപം നേടാനല്ല, മറിച്ച് നമുക്ക് രക്ഷ നൽകാനാണ്. നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ അവൻ തന്റെ ജീവൻ നൽകി.